നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ബിജെപിയിലെ കോടികളുടെ ക്രമക്കേട് ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്നും അയച്ച കത്ത് മാതൃഭൂമി ന്യൂസിന്. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന് മെയ് 26 ലഭിച്ച ഇമെയിൽ സംസ്ഥാന ഭാരവാഹികളടക്കം നടത്തിയ സാമ്പത്തിക ക്രമക്കേട് വിവരിക്കുന്നുണ്ട്. കൊടി, ഷാള്, കട്ടൌട്ട്, ഹോട്ടൽ മുറി ബുക്കിംഗ്, കാർ വാടക എന്നിവയിലെല്ലാം കമ്മീഷൻ അടിച്ചെന്നുള്ള വിവരങ്ങളാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. തുടർന്ന് അച്ചടക്ക സമിതി രൂപീകരിച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ കത്തും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സംസ്ഥാന BJPയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് അഴിമതിയുടെ കൊടിമുടിയാണെന്ന് വിവരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളോ മാധ്യമങ്ങളോ അല്ല. ഇവിടെ പാർട്ടിയുടെ ഭാഗമായി ചുമതല വഹിച്ചവർ തന്നെയാണ്. അവർ സാമ്പത്തിക ക്രമക്കേടിന്റെ വിവരങ്ങൾ BJP ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെ ഇമെയിലായി അറിയിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ വമ്പൻ അഴിമതി വിവരിക്കുന്ന ഇമെയിലിലെ ഉള്ളടക്കം ദേശീയ നേതൃത്വത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ക്രമക്കേട് പരാതികളെക്കുറിച്ച് അന്വേഷിക്കാൻ ദേശീയ നേതൃത്വം എത്തുകയും സംസ്ഥാന നേതൃത്വത്തോട് അന്വേഷണം ആവശ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനം ഈ കത്തായിരുന്നു. BL സന്തോഷിന് ലഭിച്ച കത്തിന്റെ ആദ്യ ഭാഗത്ത് BJP പ്രവർത്തകർ വളരെ വൈകാരികമായി കാണുന്ന ഈ പതാകയുടെ പേരിലുള്ള അഴിമതിയെക്കുറിച്ചാണ്. ദേശീയ നേതൃത്വം സംസ്ഥാന BJPക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന കൊടി, ഷാൾ, തൊപ്പി തുടങ്ങിയ പ്രചാരണ സാമഗ്രികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്വന്തം നിലയിൽ വിലയ്ക്ക് വാങ്ങി. 1,62 ലക്ഷം രൂപയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി. കമ്മീഷനായി 31 ലക്ഷം രൂപ പലരും കൈപ്പറ്റിയെന്നാണ് ഗുരുതരമായ പരാതി. തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി കമ്മീഷൻ തുക കൈപ്പറ്റുന്നത് താൻ നേരിട്ട് കണ്ടതായി ഇമെയിലിൽ പരാതിക്കാരൻ BL സന്തോഷിനോട് വിവരിച്ചു. പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾ പ്രചാരണത്തിനായി കേരളത്തിലെത്തിയപ്പോൾ പ്രവർത്തകർക്കായി കട്ടൗട്ട് നൽകിയിരുന്നു. ഈ കട്ടൗട്ട് വാങ്ങിയതിലുള്ള കമ്മീഷൻ അഴിമതിയെക്കുറിച്ച് ഇങ്ങനെയാണ് വിവരിക്കുന്നത്. കട്ടൗട്ടിനായുള്ള കൊട്ടേഷൻ ഇൻസൈറ്റ് എന്ന ഒരു കമ്പനിക്ക് മാത്രമാണ് നൽകിയത്. പബ്ലിസിറ്റി ഇൻചാർജുമാരായ 2 പേർ 5 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങിയെന്ന വിവരങ്ങളാണ് കൈമാറിയത്. മേഖലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ആരോപണ വിധേയർ. പ്രചാരണത്തിനുള്ള പാർട്ടിക്കൊടി പണം കൊടുത്തു വാങ്ങിയത് തന്നെ വലിയ ക്രമക്കേടെന്ന ആക്ഷേപം ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിലാണ്. അതിൽ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പങ്കിനെക്കുറിച്ചുള്ള കണക്കുകളും കത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണ്ഡലങ്ങളിലേക്കുള്ള കൊടി 2 ലക്ഷം രൂപയ്ക്ക് വിറ്റെന്നാണ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കായി പ്രചാരണത്തിനെത്തിയ നേതാക്കൾക്കായി സ്റ്റാർ ഹോട്ടലുകളിലടക്കം മുറികൾ ബുക്ക് ചെയ്തിരുന്നു. ഈ മുറി ബുക്കിങ്ങിന്റെ പേരിലുള്ള ക്രമക്കേടിനെക്കുറിച്ചും നേതൃത്വത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിൽ 30 മുറികളാണ് ചുമതലപ്പെട്ട സംസ്ഥാന സെക്രട്ടറി BJPയുടെ പ്രചാരണത്തിനെത്തുന്നവർക്കായി ബുക്ക് ചെയ്തത്. ഇതിൽ താമസമുണ്ടായിരുന്നത് ചിലതിൽ മാത്രമാണ്. പക്ഷേ എല്ലാ മുറികളും ഉപയോഗിച്ചതായി ബില്ലുണ്ടാക്കിയെന്ന ക്രമക്കേടും ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് യാത്രാ ആവശ്യങ്ങൾക്കായി വാഹനം ബുക്ക് ചെയ്തതിലും വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് നേതൃത്വത്തെ പരാതിയിലൂടെ ധരിപ്പിക്കുന്നത്. ഉയർന്ന നിരക്കിൽ വാഹനങ്ങൾ ബുക്ക് ചെയ്ത ശേഷം കുറഞ്ഞ നിരക്ക് ഉടമകൾക്ക് നൽകുകയും ചുമതലപ്പെട്ടവർ കമ്മീഷൻ വാങ്ങുകയും ചെയ്തെന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി എല്ലാ ക്രമക്കേടും നടത്തിയതെന്നും അന്വേഷണം വേണമെന്നും BL സന്തോഷിനെ പരാതിക്കാരൻ ധരിപ്പിച്ചു. പിന്നാലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതികൾ BJP ദേശീയ നേതൃത്വം സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസിന് കൈമാറി. BJP ദേശീയ നേതൃത്വത്തിൻ്റെ പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി ആരോപണ വിധേയരെയും പരാതിക്കാരെയും കേട്ടു. BJP സംസ്ഥാന കാര്യാലയത്തിന് പുറത്ത് ഒരു സംസ്ഥാന നേതാവിൻ്റെ വീട്ടിൽ വച്ചായിരുന്നു വിവരശേഖരണം. തുടർന്ന് സംസ്ഥാന നേതൃത്വം എടുത്ത നടപടിയാണ് ഈ കത്ത്. ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജൂൺ 26 സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അച്ചടക്ക സമിതി രൂപീകരിച്ചു. അന്വേഷണത്തിന് വേണ്ടിയായിരുന്നു. കുമ്മനം രാജശേഖരനെയും വിവരങ്ങൾ ലഭിച്ച ട്രഷറർ E കൃഷ്ണദാസിനെയും അന്വേഷണത്തിന് നിയോഗിച്ച് പുറത്തിറക്കിയ ഈ ഉത്തരവ് ക്രമക്കേട് പരാതിയുടെ വ്യാപ്തി തെളിയിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സാമ്പത്തിക ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം കണ്ണടയ്ക്കുമ്പോഴും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സെക്രട്ടറിയെയും മേഖലാ സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും പദവികളിൽ നിന്ന് ഒഴിവാക്കിയത്. ക്യാമറമാൻ അനൂപിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.